അപ്പം എന്തോ ഒരു കഥയുണ്ടെന്ന് ഞാൻ കേട്ടു ഈ ലൈബ്രറിക്ക് പിറകില്. എന്താണ് ആ കഥ? അല്ല അത് വേണോ? ധൈര്യമായിട്ട് പറഞ്ഞു. ഇത് ഏതോ ഒരു വഴിപോക്കൻ ഇങ്ങനെ ബസ്സിൽ പോയപ്പോൾ ഈ ബുക്ക് ഷോപ്പിന്റെ ഇത് കണ്ടിട്ട് പുള്ളി ഫോട്ടോ എടുത്തിട്ട് പുള്ളിയുടെ ഇൻസ്റ്റയിൽ അത് ചെയ്തു, ഷെയർ ചെയ്തു. അപ്പൊ അത് അങ്ങനെയാണ് പൗലോ കൊയ്ലോ കണ്ടിട്ട് അത് ട്വീറ്റ് ചെയ്യുന്നത്. നമ്മളത് അറിഞ്ഞില്ലായിരുന്നു. നമ്മൾ ബുക്ക് ഷോപ്പിൽ നിന്ന് എഴുതേണ്ട കാര്യമില്ല. 4 ബുക്ക് വെക്കുമ്പോ തന്നെ അത് ബുക്ക് ഷോപ്പാണെന്ന് ആളുകളിലേക്ക് എത്താൻ സാധിക്കും. ബിസിനസ് ഐഡിയ ആയിരുന്നോ? ബിസിനസ് ഐഡിയ എന്നില്ല, ബുക്സ് ആളുകളിലേക്ക് എത്താന്നുള്ള ഒരു സംഭവം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബുക്ക് ഷോപ്പ് എത്തിക്കുക എന്നുള്ളൊരു പുസ്തകങ്ങൾ ഇഷ്ടപ്പെടാത്തവരായി ആരും ഉണ്ടാവില്ല. കേരളത്തിൽ നിരവധി പുസ്തകശാലകൾ ഉണ്ടെങ്കിലും വളരെ വ്യത്യസ്തമായ ഒരു പുസ്തകശാലയുടെ മുൻപിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അത് വേറെ എവിടെയുമല്ല, ആലുവയിലെ വൺസ് അപ്പോൺ എ ടൈം ബുക്ക് സ്റ്റോളിലാണ്. ഇവിടുത്തെ ഓണേഴ്സ് ഒരു ഭാര്യയും ഭർത്താവുമാണ് കേട്ടോ. അപ്പോൾ അജികുമാർ അതുപോലെ തന്നെ മഞ്ജു ചേച്ചിയുടെ വിശേഷങ്ങളിലേക്കും അതുപോലെ തന്നെ ഈ ബുക്ക് സ്റ്റോളിന്റെ വിശേഷങ്ങളിലേക്കും നമുക്ക് പോകാം. ഈ ബുക്ക് ഷോപ്പിന്റെ ഉള്ളിലേക്ക് കയറി വരുമ്പോൾ തന്നെ നമ്മൾ ആദ്യം എൻ്റർ ആവുന്നത് ഇതിന്റെ ഫസ്റ്റ് ഫ്ലോറിലാണ്. ഇവിടെ കൂടുതലായിട്ടും അറേഞ്ച് ചെയ്തിരിക്കുന്നത് ബെസ്റ്റ് സെല്ലേഴ്സും അതുപോലെ തന്നെ ട്രെൻഡിങ് ആയിട്ടുള്ള ബുക്സുമാണ്. അപ്പം ഇത് കൂടാതെ തന്നെ ഇവർക്ക് 3 ഫ്ലോർ മുകളിലായിട്ടുണ്ട്. അപ്പം നമുക്ക് അതിന്റെ കാഴ്ചകളിലേക്ക് പോകാം. പുസ്തകങ്ങൾ ഇഷ്ടപ്പെടാത്തവരായി ആരും ഉണ്ടാവില്ല. കേരളത്തിൽ നിരവധി പുസ്തകശാലകൾ ഉണ്ടെങ്കിലും അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി, അതായത് ഉദ്ഘാടനത്തിന് മുൻപേ തന്നെ വേൾഡ് വൈഡായിട്ട് ഫേമസ് ആയ ഒരു ബുക്ക് സ്റ്റോളിലാണ് ഞാനിപ്പോൾ ഉള്ളത്. അത് വേറെ എവിടെയല്ല കേട്ടോ, ആലുവയിലെ വൺസ് അപ്പോൺ എ ടൈം ബുക്ക് സ്റ്റോളിലാണ്. അപ്പോൾ ഇവിടുത്തെ ഓണേഴ്സിനെ, ബുക്ക് ഷോപ്പ് ഓണേഴ്സിനെ നമുക്ക് പരിചയപ്പെടാം. ഈ ബുക്ക് ഷോപ്പ് എന്നൊരാശയം നിങ്ങളിലേക്ക് എങ്ങനെയാണ് വന്നത്? അതിൽ അല്ലെങ്കിൽ ഇൻസ്പയർ ആയിട്ട് എന്തെങ്കിലും ഇൻസ്പിറേഷൻസ് ഉണ്ടോ അതിന്റെ പുറകിൽ? ഇൻസ്പിറേഷൻസ് ഉണ്ട്. നമ്മൾ പണ്ടുപോലെ ബുക്സ് എല്ലാം റീഡ് ചെയ്യുമായിരുന്നു. ബുക്ക് ഷോപ്പ് കേരളത്തിൽ ഇഷ്ടം പോലെ ഉണ്ടെങ്കിലും നമുക്കിങ്ങനെ റീഡ് ചെയ്ത് സെലക്ട് ചെയ്ത് ഒരു ആംബിയൻസ് ഒക്കെ ഉള്ള ഒരു ബുക്ക് ഷോപ്പ് കുറവായിരുന്നു. അപ്പോൾ നമുക്ക് എങ്ങനെയെങ്കിലും അതിലേക്ക് എത്തണം. പുറത്തെ രാജ്യങ്ങളിലൊക്കെ അത് കണ്ടിട്ടുണ്ട്. അപ്പോൾ കേരളത്തിലും കൂടെ അതുപോലെ വരണം എന്നുള്ളൊരു ആഗ്രഹത്തിലാണ് നമ്മൾ ചെയ്തത്. അതൊരു ആളുകളിലേക്ക് എത്തിക്കുക, ബുക്സ് പുതിയ തലമുറകളിലേക്ക് എത്തിക്കുക, അങ്ങനെ ഒരു എന്താ പറയാ, അങ്ങനെ ഒരു പാഷനും കൂടെ തുടങ്ങിയതാണ് ഈ ഒരു ബുക്ക് ഷോപ്പ്. ഞാൻ വന്നു കയറിയപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര എന്താ പറയാ യുണീക്ക് ആയിട്ട് തോന്നിയത് ഇവിടുത്തെ ഡിസൈൻ ആണ്. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് ചോദിക്കാനായിട്ടുള്ളത് ഈ ആടുജീവിതം, ആൽക്കമിസ്റ്റ്, ഹാരി പോട്ടർ, അങ്ങനെ ഒരു 4 ബുക്സിന്റെ പേരുകളാണ് ഈ ബിൽഡിങ്ങിന്റെ ഫ്രണ്ടിൽ വെച്ചിരിക്കുന്നത്. അപ്പം എന്തുകൊണ്ടാണ്, നമുക്ക് ഇഷ്ടം പോലെ വൈഡ് വെറൈറ്റീസ് ഓഫ് ബുക്സ് ഉണ്ട്, എന്തുകൊണ്ടാണ് ആ 4 ബുക്സിന്റെ പേര് മാത്രം? ഇഷ്ടം പോലെ ബുക്സ് ഉണ്ടായിരുന്നു, നമുക്ക് എണ്ണിയാലൊടുങ്ങാത്ത ബുക്സ് ഉണ്ട്. അപ്പൊ അങ്ങനെ നമ്മൾ 10 ബുക്ക് സെലക്ട് ചെയ്തിട്ടാണ് ആർക്കിടെക്റ്റിനെ കാണിച്ചത്. പക്ഷെ എല്ലാ ബുക്സും വയ്ക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ ഇങ്കി പിങ്കി ടോങ്കി വെച്ചിട്ടാണ് സെലക്ട് ചെയ്തത്. ഓ അങ്ങനെ, അല്ലാണ്ട് അപ്പം നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഇഷ്ടം തോന്നി വെച്ച അങ്ങനെ ഇല്ല. ഒരു ആളുകളിലേക്ക് എത്തണം. ആൽക്കെമിസ്റ്റ് ആണ് എല്ലാവരും അറിയാവുന്ന ബുക്കാണ്. പിന്നെ മലയാളത്തിലെ തന്നെ പ്രശസ്തമായ ബുക്കാണ് ആടുജീവിതം. അതിനുശേഷമാണ് അത് ഫിലിം ആയത്. ആദ്യം വന്നത് ബുക്ക് ഷോപ്പിലാണ് ആടുജീവിതത്തിന്റെ വന്നത്. ഈ ഒരു ഷോപ്പിന്റെ ഗ്രൗണ്ട് ഫ്ലോറിലാണ്. ഇവിടെ കുട്ടികളുടെ സെക്ഷൻസ് ആണ്, കുട്ടികളുടെ ബുക്സിന്റെ മാത്രം സെക്ഷൻസ് ആണ് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ബുക്സിന്റെ ഒരു
ആള് അല്ലെങ്കിൽ ആ ഒരു സംഭവമാണല്ലോ കൊടുത്തിരിക്കുന്നത്. അതൊരു യുണൈക്ക് ആയിട്ടുള്ള ഒരു ഡിസൈൻ ആണ്. അത് ആരുടെ ആശയമായിരുന്നു? രണ്ടുപേരുടെ ആശയമാണ്. രണ്ടുപേരുടെ ആശയമായിരുന്നു. മഞ്ജു ആണ് കുറച്ചും കൂടെ ഒരു ആളുകളിലേക്ക് അട്രാക്ട് ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലും വേണം എന്നുള്ള രീതിയിൽ കൊണ്ടുവന്നു. നമ്മൾ ബുക്ക് ഷോപ്പിൽ നിന്ന് എഴുതേണ്ട കാര്യമില്ല. 4 ബുക്ക് വെക്കുമ്പോൾ തന്നെ അത് ബുക്ക് ഷോപ്പാണെന്ന് ആളുകളിലേക്ക് എത്താൻ. അതൊരു ബിസിനസ് ഐഡിയ ആയിരുന്നോ? ബിസിനസ് ഐഡിയ എന്നില്ല, ബുക്സ് ആളുകളിലേക്ക് എത്താന്നുള്ള ഒരു സംഭവം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബുക്ക് ഷോപ്പ് എത്തിക്കുക എന്നുള്ള ഒരു എയിമിലാണ് നമ്മൾ ചെയ്യുന്നത്. ഇതിവിടുത്തെ സെക്കൻഡ് ഫ്ലോർ ആണ്. ഇവിടെ ഇംഗ്ലീഷ് വേർഷൻ ബുക്സ് ആണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇവിടെ ധാരാളം വെറൈറ്റീസ് ഓഫ് ഇംഗ്ലീഷ് വേർഷൻ ബുക്സ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമുക്കിപ്പോൾ കസ്റ്റമേഴ്സ് വരുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ട ബുക്ക് നമ്മുടെ കയ്യിൽ ഉണ്ടാവണം എന്നില്ല. അതിൻ്റെ അവൈലബിലിറ്റി നോക്കി കണ്ടുപിടിക്കുക, പിന്നെ കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുക. ബുക്സ് ഇപ്പൊ പുതിയ തലമുറകളിലേക്ക് വരാൻ കുറച്ച് ടഫാണ്. ഇപ്പൊ പുതിയ എഴുത്തുകാരൊക്കെ ഉണ്ടല്ലോ, അവര് തന്നെ വളരെ നല്ല രീതിയിൽ ബുക്സ് എല്ലാം പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പൊ ബുക്കിന്റെ മേഖല എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ നല്ല ഭൂമിയിലേക്ക് വരികയാണ്. നല്ലതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതെ. അപ്പം നിങ്ങൾ കുറെ ബുക്സ് വായിച്ചിട്ടുണ്ട് മനസ്സിലായി. അപ്പം അതിനകത്ത് ഫേവറേറ്റ് ആണ്, രണ്ടുപേരും ഉത്തരം പറയണം. ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ബുക്ക്? എന്റെ ഓൾ ടൈം ഫേവറേറ്റ് എന്ന് പറയുന്നത് രണ്ടാമൂഴാണ്. MTയുടെ നമ്മൾ ഇതിൽ സെലക്ട് ചെയ്തപ്പോൾ രണ്ടാമൂഴം ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ആടുജീവിതം വെച്ച് അത് റീപ്ലേസ് ചെയ്തു. ആ സമയത്ത് ആടുജീവിതം ഫേമസ് ആയിരുന്നതുകൊണ്ടാണ്. അങ്ങനെയില്ല, ആടുജീവിതം എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ ആളുകളിലേക്ക് എത്തിയ ബുക്കായിരുന്നു. രണ്ടാമൂഴം അത്ര എത്തിയിട്ടുണ്ടായിരുന്നില്ല. അതൊരു വേറെ ഒരു പെർസ്പെക്റ്റീവിൽ പറയുന്നു, ഭീമന്റെ കഥ വെച്ച് പറയുന്നു. അങ്ങനെ വരുമ്പോ MTയുടെ എടുത്തു എന്നെ ഭയങ്കരമായിട്ട് അട്രാക്ട് ചെയ്തതാണ്. അതാണ് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ബുക്ക്. കുറെ ബുക്സ് ഉണ്ട്, എന്നാലും എനിക്ക് ഭയങ്കരമായിട്ട് റീസെന്റ് ആയിട്ട് ഇഷ്ടപ്പെട്ട ബുക്ക് എന്ന് പറഞ്ഞാൽ മണികണ്ഠൻ സാറിന്റെ IIT മദ്രാസ് എന്ന് പറഞ്ഞ ബുക്കാണ്. അത് പൃഥ്വിരാജൊക്കെ എവിടെയെങ്കിലും കണ്ടിട്ട് അതൊരു മൂവി ആക്കണം എന്ന് ഞാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു ബുക്കാണ്. IIT മദ്രാസ് എന്ന് പറഞ്ഞാൽ ഒരു ത്രില്ലിംഗ് ജോണറിൽ പോകുന്ന ബുക്കാണിത്. പിന്നെ മമ്മൂട്ടി നായകനായിട്ട് വരണമെന്നും വിചാരിക്കുന്നു. പൗലോ കൊയ്ലോയുടെ ശ്രദ്ധ പിടിച്ചു പറ്റിയെന്ന് കേട്ടിട്ടുണ്ട്. അതിലേക്ക് എത്താനുള്ള സംഭവം എന്തായിരുന്നു? ലൈക്ക് നിങ്ങൾ എന്തെങ്കിലും റീൽസ് ഷെയർ ചെയ്തിട്ടോ അല്ലെങ്കിൽ എങ്ങനെയായിരുന്നു ആ ഒരു സംഭവം, ഇൻസിഡന്റ് ഉണ്ടായത്? അങ്ങനെ ഒന്നും ഷെയർ ചെയ്തതല്ല. ഇത് ഏതോ ഒരു വഴിപോക്കൻ ഇങ്ങനെ ബസ്സിൽ പോയപ്പോൾ ഈ ബുക്ക് ഷോപ്പിന്റെ ഇത് കണ്ടിട്ട് പുള്ളി ഫോട്ടോ എടുത്തിട്ട് പുള്ളിയുടെ ഇൻസ്റ്റയിൽ അത് ചെയ്തു, ഷെയർ ചെയ്തു. അപ്പൊ അത് അങ്ങനെയാണ് പൗലോ കൊയ്ലോ കണ്ടിട്ട് അത് ട്വീറ്റ് ചെയ്യുന്നത്. നമ്മളത് അറിഞ്ഞില്ലായിരുന്നു. ഞങ്ങൾക്ക് ആ സമയത്ത് ഇൻസ്റ്റ ഒന്നും ഉണ്ടായിരുന്നില്ല. അതെ, അങ്ങനെയാണ് ഫേമസ് ആയത്. നമുക്ക് സർപ്രൈസ് ആയിരുന്നു. ഇല്ല, നമ്മള് എന്താ ആളുകള് കാണണം, ബുക്ക് ഷോപ്പിലേക്ക് വരണം, ആ ഇതിൽ മാത്രമേ ചെയ്തുള്ളൂ. പൗലോ കൊയ്ലോ ട്വീറ്റ് ചെയ്യുന്ന സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. ഫസ്റ്റ് ഫ്ലോറിൽ നമ്മൾ കിഡ്സിന്റെ ബുക്സ് കണ്ടു. സെക്കൻഡ് ഫ്ലോറിൽ നമ്മൾ ഇംഗ്ലീഷ് വേർഷൻ ബുക്സ് കണ്ടു. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ തേർഡ് ഫ്ലോറിൽ എന്തായിരിക്കും എന്നല്ലേ? അതെ, മലയാളം ബുക്സിന്റെ ഒരു വൈഡ് കളക്ഷൻസ് ആണ് കേട്ടോ ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ മലയാളം ബുക്സ് വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ വേറെ ബുക്സ് തപ്പി അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ബുക്സ് തപ്പി വേറെ എവിടെയും പോണ്ട, അതിന്റെ ഒരു വൈഡ് കളക്ഷൻസ് ഇവരിവിടെ ഒരുക്കിയിട്ടുണ്ട്. അപ്പം നിങ്ങൾ രണ്ടുപേരും അധ്യാപകരാണ്. ഇന്നത്തെ തലമുറയോട് അല്ലെങ്കിൽ കുട്ടികളോട് എന്താണ് പറയാനായിട്ടുള്ളത്? എനിക്ക് തോന്നുന്നു വെച്ചാൽ ഇപ്പോഴത്തെ പുതിയ തലമുറ എന്ന് വെച്ചാൽ യങ് ജനറേഷൻസ്, അതായത് ജെൻ ആൽഫ എന്ന് നമ്മൾ പറയണത്, ആളുകൾ നന്നായിട്ട് റീഡ് ചെയ്യുന്നതാണ്. ഓക്കെ, അതേപോലെ തന്നെ നമുക്ക് പോയത് ഇപ്പം ജെൻ സി എന്ന് പറയുന്നവരും കുറച്ച് റീഡേഴ്സ് ഉണ്ട്. അതിന് മുന്നേ ഉള്ള ഒരു തലമുറയുണ്ട്, അവിടെയാണ് നമുക്ക് റീഡിങ് നിന്ന് പോയത്. അപ്പോൾ ഞങ്ങൾ ബുക്ക് ഷോപ്പിൽ നിന്ന് നമുക്ക് ഇങ്ങനെ പർച്ചേസിങ്ങിൻ്റെ ഇതിൽ മനസ്സിലാവുന്നതെന്ന് വെച്ചാൽ ജെൻ ആൽഫ ഭയങ്കരമായിട്ട് ബുക്സിലേക്ക് വരുന്നുണ്ട്. അവർ നന്നായിട്ട് റീഡ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ പുതിയ ജനറേഷനേക്കാളും കുറച്ചും കൂടി ഓൾഡർ ജനറേഷനെയാണ് നമ്മൾ എന്താ പറയുക കൂടുതലായിട്ട് മനസ്സിലാക്കിക്കേണ്ട ബുക്കിന്റെ ആവശ്യം എന്നാണ്
നമ്മൾക്ക് ജെൻസിയും ജെൻ ആൽഫയും നന്നായിട്ട് ബുക്ക് വായിക്കുന്നുണ്ട്. നമ്മളെ കുറ്റം പറയേണ്ടത് അവരെ അല്ല. ശരിക്കും ഇതിന് മുന്നേ ഒരു ജനറേഷനിൽ എവിടെയോ വെച്ച് ബ്രേക്കായി പോയതാണ്. അപ്പൊ ഈ 2 ജനറേഷനോടും ഞങ്ങൾക്ക് ബുക്കിന്റെ കാര്യത്തിൽ ഇവർ ഭയങ്കരമായിട്ട് റീഡ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പം എന്തോ ഒരു കഥയുണ്ടെന്ന് ഞാൻ കേട്ടു ഈ ലൈബ്രറിക്ക് പിറകില്. എന്താണ് ആ കഥ? അല്ല, അത് വേണോ? അല്ല, ഞങ്ങൾ രണ്ടുപേരും നല്ല റീഡേഴ്സ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടോ. അപ്പൊ ഞങ്ങൾ ആലുവ ലൈബ്രറിയിൽ വെച്ചിട്ടാണ് ഞങ്ങൾ കണ്ടുമുട്ടിയത്. ആലുവയിൽ ഒരു വലിയൊരു ലൈബ്രറി ഉണ്ട്, അവിടെ വെച്ചിട്ടാണ് ഞങ്ങൾ ആദ്യമായിട്ട് കണ്ടുമുട്ടിയത്. അപ്പം നമ്മൾ ഒരു റീഡിങ് തന്നെയാണ് ഞങ്ങളെ അടുപ്പിച്ചത്. ഞങ്ങൾ രണ്ടുപേരും ഒരുമാതിരി സീരിയസ് റീഡേഴ്സ് ആയതുകൊണ്ട് അത് തന്നെയാണ് അടുപ്പിച്ചത്. അപ്പോൾ ഞങ്ങൾ ഇഷ്ടമാണെന്ന് പറഞ്ഞില്ല. അജി ഒരു ദിവസം കൊണ്ടുവന്ന് ബഷീറിന്റെ പ്രേമലേഖനം കൊണ്ട് തന്ന ബുക്ക്, അതായിരുന്നു ഞങ്ങളുടെ ഒരു പ്രപ്പോസൽ എന്ന് പറയുന്നത്. അപ്പൊ അതും ഞങ്ങളെ ബുക്കായിട്ട് തന്നെയാണ് യോജിപ്പിച്ചത്. നിങ്ങളുടെ ലൈഫിൽ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് ബുക്ക്. അതെ. സാറ്റർഡേ സൺഡേസിൽ ഇവിടെ ചെസ് ക്ലാസ്സസും അതുപോലെ തന്നെ ഇംഗ്ലീഷ് പ്രൊഫഷണൽ ലാംഗ്വേജ് ട്രെയിനിങ് ക്ലാസ്സസും ഇവിടെ അവൈലബിൾ ആണ്. ശാന്തസുന്ദരമായ ഒരു അറ്റ്മോസ്ഫിയറിൽ ഇരുന്ന് ബുക്സ് വായിക്കാനായിട്ട് ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല അല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ സ്പോട്ടിലേക്ക് വന്നാൽ മതി. അതെവിടെയാണെന്നല്ലേ? ആലുവയിലെ വൺസ് അപ്പോൺ എ ടൈം ബുക്ക് ഷോപ്പ്. വായിക്കാനും വാങ്ങിക്കാനും ഒക്കെ പറ്റിയൊരു പ്ലേസ് ആണ് കേട്ടോ. ഇനി ഒട്ടും വൈകിക്കേണ്ട, നേരെ ഇങ്ങ് പോന്നു.